മക്കളെ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു കണക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സെമി സർക്കിൾ, ഒരു സെമി സർക്കിളിൻ്റെ ഒ എന്ന് പറയുന്ന സെൻറ്ററിനെ ബേസ് ചെയ്ത് ഡയമീറ്റർ ഉണ്ടായിക്കൊണ്ട് വേറൊരു സെമി സർക്കിൾ വരച്ച ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ സാർ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാ മക്കളും നോക്കണം. എല്ലാ വീഡിയോസും നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ഇത് മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒ ഈസ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. നമ്മളൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എ ബി ആണ്, അതിൻ്റെ സെൻറ്റർ ഒ ആണ്. അതായത് എ ബി വ്യാസമായ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഒ. അനദർ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എയോ ആസ് ദി ഡയമീറ്റർ. അതായത് എയോ വ്യാസമാക്കി മറ്റൊരു വൃത്തം കൂടി വരയ്ക്കുന്നു. നമ്മൾ എയോ, ഈ കാണുന്ന എയോയെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ആദ്യം നമ്മൾ എ ബി ഡയമീറ്റർ ആക്കി ഒരു വൃത്തം വരച്ചു. അതിനുശേഷം എയോ ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഇതിങ്ങനെ ഇവിടെ വേറൊരു വൃത്തം കൂടി വരയ്ക്കുന്നു. ഇനി വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് എ പി ഒ ആൻഡ് എ സി പി? നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ പി ഒ, ആംഗിൾ എ സി ബി ഇവയുടെ അളവ് എന്താണ്? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പിക്ചർ വരയ്ക്കാം. ആദ്യമേ സർക്കിൾ വരച്ചു, നമ്മൾ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ വരച്ചു. അതിനുശേഷം വീണ്ടും എയോയെ സെൻറ്ററാക്കി എയോ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ വേറൊരു പിക്ചർ കൂടി വരച്ചു. നമ്മളിൽ ചോദിച്ചിരിക്കുന്നത് ഈ സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എ ബി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ സെൻറ്ററോ എയോ ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സർക്കിളും കൂടി വരച്ചു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് എ പി ഒ, ഈ പറയുന്ന എ പി ഒ എന്ന ആംഗിളും അതുപോലെ തന്നെ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളും കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഇതാ, വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് എ പി ഒ ആൻഡ് എ സി ബി? നമുക്ക് നോക്കാം. ഇതിൽ എ പി ഒ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ഇതുപോലുള്ള കണക്ക് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങോട്ട് ഒരു സെൻറ്റർ, ഇങ്ങോട്ടൊരു ജോയിനിങ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒ പി എന്ന് പറയുന്നത് എ സിയുടെ പെർപെൻഡിക്കുലറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട് ദി കോഡ്. ഈ രണ്ട് സെൻറ്ററിൽ നിന്നുള്ളൊരു പെർപെൻഡിക്കുലർ ഈ എ സി എന്ന കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഈ ആംഗിൾ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട് ദി കോഡ്, ഈ ഒ പി പെർപെൻഡിക്കുലർ ആണ്. അപ്പം നമുക്കറിയാം ഈ ആംഗിൾ 1 എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഈ ഡയമീറ്ററിൻ്റെ ആംഗിളായത്. ഒരു ഡയമീറ്റർ കോഡിൽ 90 ഡിഗ്രി ഫോം ചെയ്യും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആംഗിൾ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ പി ഒ എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ എ സി ബി നോക്കി. എ സി ബിയും എ ബി എന്ന ഡയമീറ്റർ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ്. എ ബി എന്ന് പറയുന്ന ഡയമീറ്ററാണ് ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡയമീറ്റർ മേക്സ് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എ സി ബി എന്ന ആംഗിളും 90 തന്നെയായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് എ പി ഒ ആൻഡ് എ സി ബി? രണ്ടുപേരും 90 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ടർ സർക്കിൾ ഹാസ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി 8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെന്ത് ഒ പി? അതായത് പുറത്തെ വൃത്തത്തിൻ്റെ ആരം 5 സെൻറ്റിമീറ്ററും ബി സി 8 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഒ പിയുടെ നീളം എന്താണ്? നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഒ പി എന്ന് പറയുന്ന എ പി ഒ എന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുക. അതിനുശേഷം എ സി ബി എന്ന ട്രയാങ്കിൾ നോക്കുക. നമ്മൾ ഏതൊക്കെ ട്രയാങ്കിളാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കുക. എ പി ഒ എന്ന ട്രയാങ്കിളും എ സി ബി എന്ന 2 ട്രയാങ്കിൾ എടുത്തിരിക്കുകയാണ്. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം എ പി ഒയിലെ ഒരു ആംഗിളാണ് ആംഗിൾ 1.
ACBയിലെ ഒരു ആംഗിളാണ് ആംഗിൾ 2. അപ്പം നമുക്ക് ആംഗിൾ 1ഉം ആംഗിൾ 2 90 ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് നോക്കിയേ, APO എന്ന ട്രയാങ്കിളിലെ ഒരാംഗിളാണ് ആംഗിൾ 3. അതുപോലെ ACB എന്ന ട്രയാങ്കിളിലെ ആംഗിളും ആംഗിൾ 3. അപ്പോൾ ഈ ആംഗിൾ 3 രണ്ട് ട്രയാങ്കിളിലും വരുന്നുണ്ട്, അത് കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ 3 ഈസിക്കൽ ടു ആംഗിൾ 3 കോമൺ എന്ന് പറയാം. അപ്പം AA സിമിലാരിറ്റി വെച്ച് നമുക്ക് പറയാം ഈ APOയും ACBയും സിമിലർ ട്രയാങ്കിൾസ് ആണ്. നോക്കിയേ, APO ആൻഡ് ACB ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് പ്രപ്പോർഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും AO ബൈ AB, ഇതാ നോക്കിയോ, AO ബൈ AB ഈസ് ഈക്വൽ ടു OP ബൈ BC. അതായത് ബേസ് ബൈ ബേസ് AO ബൈ AB ഈസ് ഈക്വൽ ടു OP ബൈ BC. ഇങ്ങനെ ഒരു റേഷ്യോ പറയാം, കാരണം സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് പ്രപ്പോർഷനിലാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിൾ ആദ്യം എടുത്താൽ AO, അതിനുശേഷം വലിയ ട്രയാങ്കിൾ AB, പിന്നീട് ചെറിയ ട്രയാങ്കിളിൻ്റെ OP, പിന്നീട് വലിയ ട്രയാങ്കിളിൻ്റെ BC. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്യാൻ പറ്റും, AO ബൈ AB ഈസ് ഈക്വൽ ടു OP ബൈ BC. ഇത് നമുക്ക് ചില വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് AO എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിൻ്റെ റേഡിയസ് 5 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിൻ്റെ റേഡിയസ് 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ടർ സർക്കിൾ ഹാസ് റേഡിയസ് 5, BC 8, വാട്ട് ഈസ് ദ ലെന്ത് OP എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഔട്ടർ ട്രയാങ്കിൾ അതിൻ്റെ റേഡിയസ് 5 ആണ്. അപ്പം നമുക്ക് AOയ്ക്ക് പകരം 5 കൊടുക്കാം. അതുപോലെ തന്നെ BC നമുക്ക് തന്നിട്ടുണ്ട്, BC 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് BC ഈസ് ഈക്വൽ ടു 8 എന്ന് തന്നു. ഇനി നമുക്ക് AC, ഇവിടെ നമുക്ക് റേഡിയസ് 5 തന്നപ്പം നമുക്ക് വേറൊന്നുകൂടി ഉണ്ട്, AB എന്ന് പറയുന്നത് 10 ആയിട്ട് മാറും. കാരണം എന്തുകൊണ്ടാണ്? ഡയമീറ്ററാണ്. റേഡിയസ് 5 ആയതുകൊണ്ട് ഡയമീറ്റർ 10 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് AO എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസ് 5 എന്ന് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 2 റേഡിയസ് ആണ്. അപ്പോൾ അത് 5 + 5 10 വരും. അപ്പോൾ AO ബൈ AB എന്ന് പറഞ്ഞാൽ 5/10 ഈസ് ഈക്വൽ ടു OP ഡിവൈഡഡ് ബൈ BC. BC 8 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 2 ഇൻഫർമേഷൻ തന്നു. ഔട്ടർ സർക്കിൾ ഹാസ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് BC 8 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെന്ത് ഓഫ് OP? അല്ലെങ്കിൽ പുറത്തെ വൃത്തത്തിൻ്റെ ആരം 5 സെൻറ്റിമീറ്ററും BC 8 സെൻറ്റിമീറ്ററും ആണെങ്കിൽ OPയുടെ നീളം എന്താണ്? അപ്പം നമുക്ക് പറയാം, ഈ ഇക്വേഷനകത്ത് ഇത് ചെയ്യുമ്പോൾ 5/10 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അപ്പോൾ OP എന്ന് പറയുന്നത് 1/2 × 8 ഈസ് ഈക്വൽ ടു 4. OPയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഒറ്റ ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. ദാ വാട്ട് ഈസ് ദി ലെന്ത് ഓഫ് AC? അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ലെന്ത് ഓഫ് AC? ACയുടെ നീളം എത്ര? ഇവിടെ നമുക്ക് നോക്കാം. AC എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കാം. AC എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ് AC. അപ്പം നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ACB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. AB² ഈക്വൽ ടു AC² പ്ലസ് BC². അപ്പം നമുക്ക് പറയാം AC² എന്ന് പറയുന്നത് AB² മൈനസ് BC². AB 10 ആണ്. അപ്പം 10² മൈനസ് 8² എന്ന് പറയാം. നമുക്കിവിടെ പറയാം AC² ഈസ് ഈക്വൽ ടു 10² മൈനസ് 8². 10² മൈനസ് 8² എത്രയാണ്? 100 മൈനസ് 64 36 വരും. അപ്പോൾ ACയുടെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സാർ പെട്ടെന്നൊന്ന് പറയാം. ഒന്നുകൂടെ പറയാം. ആദ്യമേ നമ്മൾ സർക്കിൾ വരച്ചു, പിന്നെ ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ നമ്മൾ AB എന്ന് മാർക്ക് ചെയ്തു, പിന്നെ സെൻറ്റർ O കൊടുത്തു. അതിനുശേഷം ഇത് സർക്കിൾ, ഇവിടെ ചെറിയൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് പിന്നീട് നമ്മൾ
ഇവിടെ ഒരു സി എന്നൊരു പോയിന്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഇത് ജോയിൻ ചെയ്തു, ഇത് പി എടുത്തു, പിന്നെ ബി സി എടുത്തു. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു, ഇതിനെ ആംഗിൾ 1, ഇത് ആംഗിൾ 2. ആദ്യത്തെ ചോദ്യം ആംഗിൾ 1 എത്ര, ആംഗിൾ 2 എത്ര എന്നാണ്. അപ്പോൾ എ പി ഒ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, കാരണം ഒ പി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ 1 = 2 രണ്ടുപേരും ആംഗിൾസ് 90 ആണ്. അതിൻ്റെ പ്രധാന കാരണം എന്താ, ഇത് ഡയമീറ്ററിൽ നിന്നും ഫോം ചെയ്യുന്ന ആംഗിളാണ്. രണ്ടുപേരും ഇയാൾ ഡയമീറ്ററിൽ നിന്നും ഫോം ചെയ്യുന്നതാണ്. ഈ ആംഗിളും എ ബി എന്ന ഡയമീറ്ററിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എ പി ഒയും എ സി ബിയും 90. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളോട് ഒ പി കാണാനാണ് പറഞ്ഞത്. ഒ പി അത് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു, എ പി ഒയും ഈ ട്രയാങ്കിൾ സി എ ബി എ സി. ആദ്യം എ പി ഒ എന്ന ട്രയാങ്കിൾ എടുത്തു, പിന്നെ ബി എ സി എന്ന ട്രയാങ്കിൾ എടുത്തു. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഈ 1 = 2 ആണ്. രണ്ട് ട്രയാങ്കിളിൽ ഓരോ ആംഗിൾ കിട്ടി. ഇനി ഈ ആംഗിൾ രണ്ടിലും കോമൺ ആണ്. അപ്പം നമുക്ക് ആംഗിൾ സിമിലാരിറ്റി, ആ സിമിലാരിറ്റി വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം എഒ ബൈ എ ബി = ഒ പി ബൈ ബി സി. ഇതെങ്ങനെയാണ് സാറ് കണ്ടുപിടിച്ചേ? എഒ എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, എ ബി വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഒ പി ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എടുത്തു, ബൈ ബി സി. അപ്പം നമുക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരവുണ്ട്. ബി സി 8 ആണ്, ഇത് 5 ആണ്, എ ബി എന്ന് പറയുന്നത് 5 + 5 10 ആണ്. അപ്പോൾ ഇതെല്ലാം അറിയാം. അങ്ങനെ വരുമ്പം നേരെ ഇതിനകത്ത് കൊടുക്കുക, എഒ ബൈ എ ബി ഒ പി ബൈ ബി സി. എഒ 5 ആണ്, എ ബി 10 ആണ്, ഒ പി കണ്ടുപിടിക്കണം, ബി സി 8 ആണ്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒ പി = 4 എന്ന് കിട്ടി. പിന്നെ എ സി കാണണം. എ സി കാണാൻ വേണ്ടി AC² = AB² - BC². എ ബി 10 ആണ്, 10² - 8² 36 കിട്ടി. Therefore AC = √36 = 6. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.